ഇന്ന് നമുക്ക് ഒപ്റ്റോ ഇലക്ട്രോണിക് PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ പാർട്ട് 2 നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ PLCയുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ നോക്കിയായിരുന്നു. നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LDRs. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ LDR എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ LDR എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും LDRs, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. അപ്പോൾ ഒരു റെസിസ്റ്റർ ആണ്, അതിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലൈറ്റ് ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെന്തെന്ന് വിളിക്കുന്നത്? ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ നമുക്ക് വേറൊരു പേര് വിളിക്കാം, ഫോട്ടോ റെസിസ്റ്റർ, അല്ലെങ്കിൽ ഫോട്ടോ സെല്ല്, ഫോട്ടോ കണ്ടക്റ്റിംഗ് സെല്ല്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? അല്ലെങ്കിൽ ലൈറ്റ് കൺട്രോൾഡ് വേരിയബിൾ റെസിസ്റ്റർ. ഈ പല വിധത്തിൽ നമുക്ക് ഈ LDR അറിയപ്പെടും. എന്തൊക്കെയാണ്? ഫോട്ടോ റെസിസ്റ്റർ, ഫോട്ടോ സെൽസ്, ദെൻ ഫോട്ടോ കണ്ടക്റ്റിംഗ് സെൽസ്, ദെൻ ലൈറ്റ് കൺട്രോൾഡ് വേരിയബിൾ റെസിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് വേരി ചെയ്യും. അപ്പം ലൈറ്റ് വന്ന് വീഴുന്നതനുസരിച്ച് ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ത് ചെയ്യും? വേരി ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെന്തെന്ന് വിളിക്കുന്നത്? ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ റെസിസ്റ്റൻസ് ഓഫ് എ ഫോട്ടോ റെസിസ്റ്റർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻറ്റൻസിറ്റി. ഇൻ അതർ വേർഡ് ഇറ്റ് എക്സിബിറ്റ്സ് ഫോട്ടോ കണ്ടക്ടിവിറ്റി. അപ്പോൾ LDRൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഫോട്ടോ കണ്ടക്ടിവിറ്റി. അതായത് ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്കും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാണ്? കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഫോട്ടോ കണ്ടക്ടിവിറ്റി. The resistance range and sensitivity of a photoresistor can substantially differ among dissimilar devices. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് എന്താണ്? റെസിസ്റ്റൻസ് റേഞ്ചും അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ LDRs ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ റെസിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് high resistance semiconductor materials. Then next point is it is a non-linear device. അപ്പോൾ ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ഡിവൈസ് ആണ്. Their sensitivity varies with the wavelength of incident light on them. അപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അപ്പം വന്ന് വീഴുന്ന വേവ് ലെങ്ത്, ലൈറ്റിൻ്റെ വേവ് ലെങ്തിനനുസരിച്ചാണ് അതിൻ്റെ എന്താണ് വർക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് സെൻസിറ്റിവിറ്റി വേരീസ് വിത്ത് ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദം. അപ്പോൾ ഓരോ വേവ് ലെങ്തിനും ഈ LDR റെസ്പോണ്ട് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ഡിവൈസ് ആണ്. പിന്നെ ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിവൈസാണ്, LDR എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ഡിവൈസാണ്. അതുപോലെ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാസീവ് ഡിവൈസ് ആണല്ലേ. നമ്മൾ പാസീവ് കമ്പോണൻസ് പഠിച്ചപ്പം പറഞ്ഞായിരുന്നു, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ. അതുപോലെ LDRും എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് ഓൾസോ എ പാസീവ് ഡിവൈസ്. അപ്പോൾ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ഡിവൈസ് ആൻഡ് എ പാസീവ് ഡിവൈസ്. ഓക്കെ, ദെൻ സം ഫോട്ടോ സെൽസ് മൈറ്റ് നോട്ട് അറ്റ് ഓൾ റെസ്പോൺസ് ടു എ സർട്ടൺ റേഞ്ച് ഓഫ് വേവ് ലെങ്ത്. ചില ഫോട്ടോ സെൽസ്, ചില LDRs ചില പർട്ടിക്കുലർ വേവ് ലെങ്ത് വന്നു കഴിഞ്ഞാൽ, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ടേ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വേവ് ലെങ്ത്, ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. ഇതിനകത്ത് രണ്ട് ഫിലിം കോൺടാക്റ്റ് ഉണ്ട്. ദെൻ നടുക്കുണ്ടോ കാഡ്മിയം സൾഫൈഡ് ട്രാക്ക്. അപ്പോൾ കാഡ്മിയം എന്നുള്ളൊരു കാഡ്മിയം സൾഫൈഡ് ട്രാക്ക്, ഇതാണ് നമ്മൾ LDRലെ മെറ്റീരിയലായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. പിന്നെ അതിൻ്റെ സിമ്പൽ കണ്ടോ, ഇങ്ങനെയും കാണിക്കും. ദെൻ ലൈറ്റ് റേസ് വന്ന് വീഴുന്നതായിട്ട് നമ്മൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് നമ്മളിങ്ങനെ LDRസിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി ബേസിക് സിംബൽ ഓഫ് LDR. നെക്സ്റ്റ് ഈസ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് LDR. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് LDR നമ്മളൊരു ടേം നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? ഫോട്ടോ കണ്ടക്ടിവിറ്റി.
ഫോട്ടോ മീൻസ് റിലേറ്റഡ് ടു ലൈറ്റ് അല്ലേ, ലൈറ്റിനനുസരിച്ച് കണ്ടക്ടിവിറ്റി വേരി ചെയ്യുന്നതുകൊണ്ട് അത് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് LDR ഫോട്ടോ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഫോട്ടോ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ മെറ്റീരിയൽസ് കണ്ടക്ടിവിറ്റി റെഡ്യൂസസ് വെൻ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദി മെറ്റീരിയൽസ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയുന്നത്? അപ്പോൾ ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്ക് നമുക്കറിയാം ലൈറ്റിനകത്ത് ഫോട്ടോൺ എനർജി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എനർജി എന്ത് ചെയ്യും? വന്നിട്ട് ഈ റെസിസ്റ്ററിൻ്റെ മുകളിലേക്ക് വീഴുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? The electrons in the valence band of the semiconductor material are excited to the conduction band. അപ്പോൾ നമുക്കറിയാം വാലൻസ് ബാൻഡും ഉണ്ട് കണ്ടക്ഷൻ ബാൻഡും ഉണ്ട് അല്ലേ. അപ്പം വാലൻസ് ബാൻഡ് ഉണ്ട് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. അപ്പോൾ സൺറൈസ് വന്ന് വീഴുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അതിനകത്തുള്ള എനർജി ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ ഓവർകം ചെയ്യാനുള്ള എനർജി അതിനകത്തുണ്ട്. ആ ലൈറ്റ് ഇൻസിഡൻറ്റിൻ്റെ എനർജി ആടെ അബ്സോർബ് ചെയ്യും, ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലേക്ക്. അപ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് വന്ന് വീഴുന്ന എനർജി എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. എനർജി കൂടുന്നതനുസരിച്ച് ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് കൂടുതൽ ഇലക്ട്രോൺസിന് എങ്ങോട്ടേക്ക് പോകാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റും. അപ്പം നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്? അവിടെ കണ്ടക്ടിവിറ്റി പോസിബിൾ ആണല്ലേ. അപ്പോൾ അവിടെ കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ വന്ന് വീഴുന്ന ഇത്രയേ ഉള്ളൂ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പം നമ്മൾ ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്കും അതിനകത്ത് ഫോട്ടോൺ എനർജി ഉണ്ട്. ആ എനർജി ഉപയോഗിച്ച് ആ എനർജി എന്താണ്? ആ എനർജി ഗ്യാപ്പ് ഓവർകം ചെയ്യാനുള്ള ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ഓവർകം ചെയ്യാനുള്ള എനർജി നമുക്ക് എന്താണ്? ലൈറ്റ് എനർജി എന്ന് കിട്ടും. ആ എനർജി ഉപയോഗിച്ച് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ എന്താണ്? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടക്ഷൻ ബാൻഡിൽ കൂടിയാൽ എന്താണ് മീനിങ്? ആ മെറ്റീരിയൽ എന്താവുകയാണ്? ഒരു കണ്ടക്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റർ എന്ത് ചെയ്യുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് LDR. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വെൻ ലൈറ്റ് ഫോൾസ്, വെൻ ദ ഫോട്ടോൺസ് ഫോൾസ് ഓൺ ദ ഡിവൈസസ്, ദ ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ബാൻഡ് ഓഫ് ദ സെമി കണ്ടക്ടർ ആർ എക്സൈറ്റഡ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. These photons in the incident light should have energy greater than the band gap of the semiconductor material to make the electron jump from the valence band to the conduction band. Clear ആണല്ലോ? When light having enough energy on the device, more and more electrons are excited to the conduction band, which results in large number of charge carrier. ഓക്കെ ആണല്ലോ. ഇൻറ്റൻസിറ്റി അനുസരിച്ച് എണ്ണം എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്ന എണ്ണവും എന്ത് ചെയ്യും? കൂടും. അതായത് ഇലക്ട്രോൺസ് നമ്പർ എന്ത് ചെയ്യും? കൂടും. The result of this process is more and more current starts flowing, and hence it is said that the resistance of the devices has decreased. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? അതിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു എന്ന് പറയാം. അപ്പം അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇൻറ്റൻസിറ്റി അനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നത്. Then this both are the representation of LDR അല്ലേ. ലൈറ്റ് വന്ന് വീഴുന്നു, റെസിസ്റ്ററിനകത്ത് ലൈറ്റ് വന്ന് വീഴുന്നു. അപ്പോൾ അത് രണ്ടും LDRസിൻ്റെ സിമ്പിളാണ്. ദെൻ ടൈപ്സ് ഓഫ് LDR ജസ്റ്റ് ഒന്ന് നോക്കുക. ദീസ് ആർ പ്യുവർ ഇൻട്രിൻസിക്കും ഉണ്ട്, എക്സ്ട്രിൻസിക്കും ഉണ്ട്. അപ്പം നമുക്ക് ആ പേരിൽ നമുക്കറിയാം. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ സച്ച് സിലിക്കൺ, ജെർമേനിയ, പ്യുവർ സെമി കണ്ടക്ടർ ഫോം ആണെന്ത്? ഇൻട്രിൻസിക് ഫോട്ടോസെൽസ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് LDRs എന്ന് പറയുന്നത് അല്ലേ. ഇലക്ട്രോൺസ് ഗെറ്റ് എക്സൈറ്റഡ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് വെൻ ഫോട്ടോൺസ് ഓഫ് ഇനഫ് എനർജി ഫോൾസ് ഓൺ ഇറ്റ് ആൻഡ് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻക്രീസസ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിന് ഇൻട്രിൻസിക് എന്ന് പറയാം. അപ്പോൾ ഇൻട്രിൻസിക് നമ്മൾ എടുത്ത സെമി കണ്ടക്ടർ പ്യുവർ ഫോമിലാണെന്നുണ്ടെങ്കിൽ അത് വെച്ചാണ് നമ്മൾ LDR ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഇൻട്രിൻസിക് LDR. അപ്പോൾ എക്സ്ട്രിൻസിക് എന്തായിരിക്കും? നമ്മൾ എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി അതിലേക്ക് ആഡ് ചെയ്യുന്നു അല്ലേ. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഡോപ്പിംഗ് അല്ലെ. ആ ഇമ്പ്യൂരിറ്റി വിളിക്കുന്ന പേരാണ് എന്ത്? ഡോപ്പൻസ്. അപ്പോൾ ഡോപ്പൻസ് ആഡ് ചെയ്ത് ഡോപ്പിംഗ് വഴി സെമി കണ്ടക്ടർ എന്ത് ചെയ്യുക? സെമി കണ്ടക്ടറിനെ മാറ്റുന്നതാണ് എന്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ ഡോപ്പൻസ് നമ്മൾ ആഡ് ചെയ്യുന്ന ഡോപ്പൻസ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ന്യൂ എനർജി ബാൻഡ്സ് above the valence band which are filled with the electrons. Hence this reduces the band gap and less energy is required in exciting them. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അല്ലേ. അപ്പം നമ്മൾ നോക്കിക്കേ, നമുക്ക് എന്താ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉള്ളത്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ
അതിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും, സെമി കണ്ടക്ടേഴ്സിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്, ഈ ഡോപ്പൻസ് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ആറ്റംസ് അവിടെ എന്ത് ചെയ്യും, ഒരു പുതിയ എനർജി ബാൻഡ് ക്രിയേറ്റ് ചെയ്യും. എവിടെയാണ്, ബാലൻസ് ബാൻഡിന് എബോവ്. അപ്പം നമുക്കറിയാം ഇവിടെ ബാലൻസ് ബാൻഡ് ഉണ്ട്, ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് അല്ലേ. അപ്പൊ ഈ ബാലൻസ് ബാൻഡിന് മുകളിലായിട്ട് പുതിയൊരു എനർജി ആര് ക്രിയേറ്റ് ചെയ്യും, നമ്മൾ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റീസ് ക്രിയേറ്റ് ചെയ്യും, എനർജി ബാൻഡ്. അപ്പൊ ഇവിടെ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ കുറച്ച് എനർജി മതി അല്ലേ, ഇവിടെ നിന്ന് പോകുന്നതിനേക്കാളും കുറച്ച് എനർജി മതി ഈ ഇടയ്ക്കുള്ള ഈ ലെവലിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാൻ അല്ലേ. അപ്പം നമുക്ക് എന്താണ്, ഇവിടെ ഈ ബാൻഡിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്കും അവിടെയുള്ള ഇലക്ട്രോൺസ് എളുപ്പം എങ്ങോട്ടേക്ക് പോകും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അങ്ങനെ കണ്ടക്ഷൻ എളുപ്പം പോസിബിൾ ആവും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ വെച്ചിട്ടാണ് നമ്മൾ LDRs ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ. ക്ലിയർ ആണല്ലോ. അതാണ് ടൈപ്സ് ഓഫ് LDR, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ ഫോം, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ വി ആർ മേക്കിംഗ് ദി സെമി കണ്ടക്ടർ ഇംപ്യൂർ ബൈ ആഡിങ് ഡോപ്പൻസ് അല്ലേ. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന അത് ഡോപ്പൻസ് പുതിയൊരു എനർജി ബാൻഡ് എബവ് ദി വാലൻസ് ബാൻഡ് ഉണ്ടാക്കും. ആ പുതിയ എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ കുറച്ച് ലൈറ്റ് എനർജി മതി, അതായത് കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും കുറച്ച് എനർജി ഉപയോഗിച്ച്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LDR. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LDR നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് അതൊന്ന് നോക്കിക്കൊണ്ട് പോവുക. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LDR എന്ന് പറയുമ്പോഴത്തേക്കും LDRs are light dependent device whose resistance decreases when light falls on them and increases in the dark. അപ്പോൾ ലൈറ്റ് വീണാൽ മാത്രമേ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയത്തുള്ളൂ അല്ലേ. അപ്പോൾ ഡാർക്ക് ആയിരിക്കുമ്പം അതിൻ്റെ റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും. ആ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡാർക്ക് റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡാർക്ക് റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ളത് ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഒരു ടേമാണ് ഡാർക്ക് റെസിസ്റ്റൻസ്. അപ്പോൾ ഡാർക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം മെഗാ ഓം റേഞ്ചിലാണ് വരുന്നത്. അപ് ടു 1 മെഗാ ഓം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഡാർക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലൈറ്റും ഇല്ലാത്തപ്പോൾ ഉള്ള നമ്മുടെ LDR എക്സിബിറ്റ് ചെയ്യുന്ന മാക്സിമം റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് ഡാർക്ക് റെസിസ്റ്റൻസ്. പിന്നെ എന്താണ്, ലൈറ്റ് ഇൻറ്റൻസിറ്റി വരുന്നതനുസരിച്ച് ഈ ഡാർക്ക് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും അല്ലേ. ഇഫ് ദ ഡിവൈസ് ഈസ് അലൗഡ് ടു അബ്സോർബ് ലൈറ്റ് ഇറ്റ് റെസിസ്റ്റൻസ് വിൽ ഡിക്രീസസ് ഡ്രാസ്റ്റിക്കലി. സോ ദിസ് ഈസ് ദി ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LDR. നോക്കിക്കേ, നമ്മളൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഈസ് അപ്ലൈഡ് ടു ഇറ്റ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ നമ്മൾ ഈ LDRന് അക്രോസ് ആയിട്ടൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കൊടുത്തു, എന്നിട്ട് ഇറ്റ് ഈസ് അലൗഡ് ടു ഫോൾ ലൈറ്റ് അല്ലേ. അപ്പം നമ്മൾ അതിനകത്ത് ലൈറ്റ് വീഴാൻ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്തുള്ള കറണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും ഇല്ലേ. അപ്പം നമുക്ക് ആ കറണ്ട് ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും, കറണ്ട് ഇൻക്രീസ് ആകുമെന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ LDRൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു, കുറഞ്ഞു എന്നാണ് അതിന് മീനിങ് അല്ലേ. അപ്പം അതിന് പല ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടോ. ലൈറ്റ് ഇൻറ്റൻസിറ്റി ഇലുമിനേഷനാണ് എക്സ് ആക്സിൽ കൊടുത്തിരിക്കുന്നത്, ദെൻ വൈ ആക്സിൽ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും കണ്ടോ, ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ ചെയ്യും, കുറയും. അപ്പോൾ അതാണ് നമ്മുടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. ദെൻ ഇവിടെ ഡാർക്ക് ആണെങ്കിൽ റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും, ദെൻ ഡേ ലൈറ്റിൽ റെസിസ്റ്റൻസ് വീണ്ടും കുറയും. നല്ല സൺലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് വിൽ ഡിക്രീസ് ഫർദർ. അതാണ് എന്ത്, ഇതിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് റെസിസ്റ്റൻസ് റിക്കവറി റേറ്റ്. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് റിക്കവറി റേറ്റ്? അപ്പോൾ നമുക്കറിയാം ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്കും LDRൻ്റെ അല്ലെങ്കിൽ ഫോട്ടോ സെൽസിൻ്റെ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് കുറയും. ആ റെസിസ്റ്റൻസ് കുറയാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 8 മുതൽ 12 മില്ലി സെക്കൻഡ് ആയിരിക്കും. അതായത് ഒരു റെസിസ്റ്റൻസിൽ ഇപ്പോൾ ഇരിക്കുവാണ്, അപ്പോൾ ആ റെസിസ്റ്റൻസിൽ നിന്ന് കുറച്ചൊന്ന് കുറയണം. അത് കുറയാനായിട്ട് എത്ര സമയം, ഒരു ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്കും. അപ്പോൾ ഏകദേശം ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ആവാൻ ഇറ്റ് ടേക്സ് 8 to 12 നാനോ സെക്കൻഡ് ഓഫ് ടൈം. ഓക്കെ ആണല്ലോ. നേരെ മറിച്ച് നമ്മൾ ഈ ലൈറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് വേണം, ഈ റെസിസ്റ്റൻസ് കൂടണം അല്ലേ. കുറഞ്ഞ റെസിസ്റ്റൻസ് കൂടണം. ആ കുറഞ്ഞ റെസിസ്റ്റൻസ് കൂടാൻ ചിലപ്പോൾ എന്താണ്, ഇറ്റ് ടേക്സ് സെക്കൻഡ്സ് ഓഫ് ടൈം, സെക്കൻഡ് സമയം അത് എടുക്കും കൂടാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിനെ വിളിക്കുന്ന പേരാണ് എന്ത്,
റെസിസ്റ്റൻസ് റിക്കവറി റേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ട് തിരിച്ച് കൂടാനായിട്ട്, അപ്പോൾ ലൈറ്റ് വന്ന് വീഴുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, ലൈറ്റ് റിമൂവ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം? കൂടണം. ആ കൂടാൻ നമുക്ക് കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനൻ എന്ന് പറയുന്നതാണ് എന്ത്? റെസിസ്റ്റൻസ് റിക്കവറി റേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട 2 ടേമാണ് ഡാർക്ക് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് റിക്കവറി റേറ്റ്. നെക്സ്റ്റ് നമുക്ക് ഫോട്ടോ ഡയോഡ് നോക്കാം. അതിനു മുമ്പ് ഈ LDR ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് മെറ്റീരിയൽസിൻ്റെ നെയിം ഒന്ന് ഓർത്തിരിക്കുക. ലെഡ് സൾഫൈഡ്, ലെഡ് സെലനൈഡ്, ഇൻഡിയം ആൻറ്റിമോണൈഡ് ആൻഡ് കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം സെലനൈഡ്. ഈ കാഡ്മിയം കോമ്പൗണ്ട്സ് ആണ് കൂടുതലും നമ്മൾ LDRസിൻ്റെ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം സെലനൈഡ്, ലെഡ് സൾഫൈഡ്, ദെൻ ലെഡ് സെലനൈഡ്, ഇൻഡിയം ആൻറ്റിമോണൈഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ LDRസിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഫോട്ടോ ഡയോഡിലേക്ക് പോകാം. ഫോട്ടോ ഡയോഡ് ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, അതൊരു ഡയോഡാണ്. പിന്നെ അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫോട്ടോ മീൻസ് ലൈറ്റ്. അപ്പം ഈ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വീഴുമ്പോൾ നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയോഡാണ് എന്ത്? ഫോട്ടോ ഡയോഡ്. അപ്പോൾ ഇതൊരു നോർമൽ ഡയോഡ് പോലെ തന്നെയാണ്, ബട്ട് ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺലി ഇൻ ദി റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഇപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഫോട്ടോ ഡയോഡ് വർക്ക്സ് അണ്ടർ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ഓൺലി. അപ്പോൾ എന്താണ് റിവേഴ്സ് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു P ടൈപ്പും N ടൈപ്പും ഉണ്ട്. അപ്പോൾ Pനെ നെഗറ്റീവിലോട്ടും Nനെ പോസിറ്റീവിലോട്ടും കണക്ട് ചെയ്തിട്ടാണ് റിവേഴ്സ് ബയാസ്ഡ് ആക്കുന്നത് അല്ലേ. അപ്പോൾ ഫോട്ടോ ഡയോഡ് ഈസ് എ PN ജംഗ്ഷൻ ഡയോഡ് ദാറ്റ് കൺസ്യൂംസ് ലൈറ്റ് എനർജി ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതിന് പറയുന്ന വേറെ പേരുകളൊന്നും ഓർക്കുക. ഫോട്ടോ ഡിറ്റക്ടർ, ലൈറ്റ് ഡിറ്റക്ടർ, ഫോട്ടോ സെൻസർ. അതായത് ലൈറ്റിൻ്റെ പ്രസൻസ് അറിയുന്ന, ലൈറ്റ് വന്ന് വീഴുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? അത് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനകത്തൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ലൈറ്റ് ഡിറ്റക്ട് ചെയ്തു എന്നാണ് മീനിങ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലൈറ്റ് ഡിറ്റക്ടർ, ഫോട്ടോ സെൻസർ, ഫോട്ടോ ഡിറ്റക്ടർ എക്സെട്ര. ഓക്കെ ആണല്ലോ. ദിസ് ഡയോഡ്സ് ആർ പർട്ടിക്കുലർലി ഡിസൈൻ ടു വർക്ക് ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. അതിൻ്റെ വേറെ പേരുകൾ എന്തൊക്കെയാണ്? ഫോട്ടോ ഡിറ്റക്ടർ, ലൈറ്റ് ഡിറ്റക്ടർ, ഫോട്ടോ സെൻസർ. ദെൻ ഇറ്റ് വർക്ക്സ് അണ്ടർ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഇറ്റ് ഈസ് ലൈക്ക് എ നോർമൽ PN ജംഗ്ഷൻ ഡയോഡ്. സോ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? അപ്പോൾ അതിനകത്ത് കുറച്ച് ഒപ്റ്റിക്കൽ ഫിൽറ്റേഴ്സ് ഉണ്ട്, ലെൻസസ് ഉണ്ട്, പിന്നെ എന്താണ് ഒരു സർഫസ് ഏരിയ ഉണ്ട് ലൈറ്റ് വന്ന് വീഴാനായിട്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയും ഫോട്ടോ ഡയോഡ് ഈസ് വൺ ടൈപ്പ് ഓഫ് ലൈറ്റ് ഡിറ്റക്ടർ യൂസ് ടു കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻ ടു കറണ്ട് ഓർ വോൾട്ടേജ് ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ഡിവൈസ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ആയിട്ട് എടുക്കാം, കറണ്ട് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ആയിട്ട് എടുക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ഡിവൈസ്. പിന്നെ അതിനകത്ത് ഒപ്റ്റിക്കൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് വന്ന് വീഴാണ് അല്ലേ. അപ്പോൾ ലൈറ്റിന് നമ്മൾ ആ ലെൻസും ഒപ്റ്റിക്കൽ ഫിൽറ്റേഴ്സും ഒക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ PN ജംഗ്ഷനിലോട്ട് കൊടുക്കണം, റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള ആ PN ജംഗ്ഷനിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ? ഒരു കറണ്ട് ഫ്ലോ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഒപ്റ്റിക്കൽ ഫിൽറ്റേഴ്സ് ഉണ്ട്, ബിൽറ്റ് ഇൻ ലെൻസസ് ഉണ്ട്, പിന്നെ ആ ലൈറ്റ് വന്ന് വീഴാനായിട്ട് ഒരു സർഫസ് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ഡയോഡ്സ് ഹാവ് എ സ്ലോ റെസ്പോൺസ് ടൈം വെൻ ദി സർഫസ് ഏരിയ ഓഫ് ദി ഫോട്ടോ ഡയോഡ് ഇൻക്രീസസ്. അപ്പോൾ ഈ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഡയോഡ്സ് വിൽ ഹാവ് ഓൺലി എ സ്ലോ റെസ്പോൺസ് ടൈം. അത് കുറച്ച് അത് റെസ്പോൺസ് ചെയ്യുന്ന സമയം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ദ ഡയോഡ്സ് ഹാവ് എ സ്ലോ റെസ്പോൺസ് ടൈം വെൻ ദ സർഫസ് ഏരിയ ഓഫ് ദി ഫോട്ടോ ഡയോഡ് ഇൻക്രീസ്. അപ്പോൾ സർഫസ് ഏരിയ കൂടും തോറും റെസ്പോൺസ് ടൈം എന്ത് ചെയ്യും? കുറയും. അതാണ് അവിടെ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ഫോട്ടോ ഡയോഡ്സ് ആർ അലൈക്ക് ടു റെഗുലർ സെമി കണ്ടക്ടർ ഡയോഡ്സ്. സോ ദിസ് ഈസ് ദ ബേസിക് സിമ്പിൾ ഓഫ് എ ഫോട്ടോ ഡയോഡ്. അത് 2 ടെർമിനലുണ്ട്, ആനോഡും കാഥോഡും ഇല്ലേ. അതിനകത്തേക്ക് ലൈറ്റ് വന്ന് വീഴുന്നു, അതാണ് ആ സിമ്പിൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ കറണ്ട് വിൽ ഫ്ലോ ഫ്രം ദി ആനോഡ് ടു കാഥോഡ്. നമ്മുടെ സാധാരണ ഡയോഡ് വർക്ക് ചെയ്യുന്ന പോലെ ഇത് വർക്ക് ചെയ്യും.
ബട്ട് ഫോട്ടോ കറണ്ട് ആണ്, നമുക്ക് ലൈറ്റിന് അനുസരിച്ചാണ് കറണ്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ബയാസ് തന്നെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പോൾ ഫോട്ടോ ഡയോഡ് എപ്പോഴും നമ്മൾ എങ്ങനെയേ വർക്ക് ചെയ്യിക്കത്തുള്ളൂ, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലേ വർക്ക് ചെയ്യിക്കത്തുള്ളൂ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ ഡയോഡ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് ഫോട്ടോ ഡയോഡ് ഒന്ന് ഓർത്തിരിക്കുക: PN ഫോട്ടോ ഡയോഡ്, ഷോർട്ട് കീ ഫോട്ടോ ഡയോഡ്, പിൻ ഫോട്ടോ ഡയോഡ്, അവലാഞ്ചി ഫോട്ടോ ഡയോഡ്. ഇതെല്ലാം ലൈറ്റ് വന്ന് വീഴുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന ഡയോഡ്സ് ആണ്. നമുക്ക് ഇതിനകത്ത് ഫോട്ടോ ഡയോഡ് ജസ്റ്റ് ജനറൽ ആയിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക: PN ഫോട്ടോ ഡയോഡ്, ഷോർട്ട് കീ ഫോട്ടോ ഡയോഡ്, പിൻ ഫോട്ടോ ഡയോഡ്, അവലാഞ്ചി ഫോട്ടോ ഡയോഡ്. അത് ആ ബേസിക് കൺസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഇതെല്ലാം വേരി ചെയ്യുന്നത്. ദെൻ ഈ ഫോട്ടോ ഡയോഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, അപ്പം നമുക്കറിയാം ലൈറ്റ് വന്ന് വീഴുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ആ കറസ്പോണ്ടിങ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോഴത്തേക്കും നമുക്ക് അറിയാം, നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട്. അതിനകത്ത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ വേവ് ലെങ്തിനും റെസ്പോണ്ട് ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫോർ സിലിക്കൺ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 190 to 1100 നാനോമീറ്റർ. അപ്പോൾ ആ റേഞ്ചിലുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റി വന്ന് വീഴുമ്പോഴായിരിക്കും അതെന്ത് ചെയ്യുന്നത്, ആ ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ദെൻ ജെർമേനിയം ആണെങ്കിൽ അറൗണ്ട് 400 to 1700 നാനോമീറ്റർ. അപ്പോൾ സിലിക്കൻ്റെയും ജെർമേനിയത്തിൻ്റെയും ഒന്ന് ഓർത്തിരിക്കുക. സിലിക്കൺ ആണെങ്കിൽ 190 to 1100 നാനോമീറ്റർ ആൻഡ് ഫോർ ജെർമേനിയം കുറച്ചുകൂടെ കൂടുതലാണ് അല്ലേ, 400 to 1700 നാനോമീറ്റർ. ദെൻ ഇൻഡിയം ഗാലിയം ആർസനൈഡ് മെറ്റീരിയൽ 800 to 2600. ഫോർ ലെഡ് സൾഫൈഡ് 1000 to 3500 നാനോമീറ്റർ. ഫോർ മെർക്കുറി കാഡ്മിയം ടെല്ലൂറൈഡ് മെറ്റീരിയൽ 400 to 14000 നാനോമീറ്റർ. അപ്പോൾ സിലിക്കൺ, അപ്പോൾ നമ്മൾ ഈ സിലിക്കൺ, ജെർമേനിയം ഇതെല്ലാം ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഫോട്ടോ ഡയോഡ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും അല്ലേ. ഓരോ മെറ്റീരിയലും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ഓരോ റേഞ്ച് ഓഫ് വേവ് ലെങ്തിനായിരിക്കും. നമുക്ക് വന്ന് വീഴുന്ന റേഡിയേഷനകത്തുനിന്ന് ഓരോ റേഞ്ച് ഓഫ് വേവ് ലെങ്ത് അനുസരിച്ചായിരിക്കും അത് മെറ്റീരിയൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫോട്ടോ ഡയോഡ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം സിലിക്കൻ്റെയും ജെർമേനിയത്തിൻ്റെയും ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ ബെറ്റർ ബാൻഡ് ഗ്യാപ്പ് സിലിക്കൺ ബേസ്ഡ് ഫോട്ടോ ഡയോഡ് പ്രൊഡ്യൂസ് ലോവർ നോയ്സ് ദാൻ ജെർമേനിയം ബേസ്ഡ് ഫോട്ടോ ഡയോഡ്. അപ്പം നമുക്കറിയാം സിലിക്കണും ജെർമേനിയം നോക്കുമ്പോഴത്തേക്കും സിലിക്കണിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ആണ് എന്ത് കൂടുതൽ അല്ലേ. അപ്പോൾ ആ സിലിക്കൺ ബാൻഡ് ഗ്യാപ്പ് കൂടുന്നതുകൊണ്ട് സിലിക്കൺ ഫോട്ടോ ഡയോഡാണ് എന്തിനേക്കാളും ബെറ്റർ, ജെർമേനിയം ബേസ്ഡ് ഫോട്ടോ ഡയോഡ്സിനേക്കാളും ബെറ്റർ. ബിക്കോസ് സിലിക്കൺ ഫോട്ടോ ഡയോഡ്സ് പ്രൊഡ്യൂസ് ലോവർ നോയ്സ് ദാൻ ജെർമേനിയം ബേസ്ഡ് ഫോട്ടോ ഡയോഡ്സ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ. അപ്പം മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ലെഡ് സൾഫൈഡ്, മെർക്കുറി, കാഡ്മിയം ടെല്ലൂറൈഡ്, ദെൻ ഇൻഡിയം ഗാലിയം ആർസനൈഡ്, ജെർമേനിയം, സിലിക്കൺ. ഇത്രയും മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാം, ഫോട്ടോ ഡയോഡ്. ദെൻ സിലിക്കണും ജെർമേനിയും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സിലിക്കണാണ് ബെറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയി. ഇനി നമുക്കതിൻ്റെ വർക്കിംഗ് നോക്കാം ഫോട്ടോ ഡയോഡിൻ്റെ. നെക്സ്റ്റ് ഈസ് വർക്കിംഗ് ഓഫ് ഫോട്ടോ ഡയോഡ്. ഇപ്പോൾ ഫോട്ടോ ഡയോഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ്. ഇപ്പോൾ ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം ഫോട്ടോ ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമുക്കറിയാം ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് അല്ലേ. അപ്പോൾ PN ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇതിനകത്ത് ഒരു മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണമുള്ള കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു PN ജംഗ്ഷൻ ഡയോഡ് റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, അതിനകത്ത്
മൈനോറിറ്റി കാരിയേഴ്സ് കാരണമുള്ള റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ കാണുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഡയോഡിനകത്ത് നമ്മൾ ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് ഈ ജംഗ്ഷനിൽ വന്ന് വീഴുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഫിഗർ നോക്കിക്കേ, ഇതൊരു PN ജംഗ്ഷൻ ഡയോഡാണ്, ഫോട്ടോ ഡയോഡാണ് വിത്ത് റിവേഴ്സ് ബയാസ്ഡ്. അപ്പൊ ലൈറ്റ് വന്ന് ഈ ജംഗ്ഷനിൽ വീഴുവാണ്. അപ്പൊ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കണ്ടോ? റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്താണ്? വളരെ കൂടുതലാണ്. അപ്പൊ വന്ന് വീഴുന്ന ഇൻസിഡന്റ് എനർജി ഉപയോഗിച്ച് എന്തുണ്ടാവും? ഈ ഡിപ്ലീഷൻ ലെയറിനകത്ത് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യും. അതായത് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? കിട്ടുന്ന എനർജി ഉപയോഗിച്ച് എസ്കേപ്പ് ആവും. അപ്പൊ കിട്ടുന്ന എനർജി ഉപയോഗിച്ച് ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ എവിടെയെങ്കിലും ഇരിക്കുവായിരിക്കും ഇല്ലേ? അപ്പൊ ആ എനർജി ഉപയോഗിച്ച് ഇലക്ട്രോൺ എന്താ? ഒരു എക്സൈറ്റേഷൻ ആവും. അപ്പൊ ഇലക്ട്രോൺ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ഇരുന്ന സ്ഥലം വേക്കന്റ് ആവുക. അപ്പൊ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ അവിടെ എന്ത് ചെയ്യാണ്? ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലൈറ്റ് എനർജിയുടെ ഇന്റൻസിറ്റി അനുസരിച്ച് നമുക്ക് ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. ലൈറ്റ് ഇന്റൻസിറ്റി കുറവാണെങ്കിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഈ നോക്കിക്കേ, ഈ പി സൈഡിൽ കുറച്ച് ഹോൾസ് ഉണ്ടാവും, അതുപോലെ എൻ സൈഡിൽ ഇലക്ട്രോൺസ് ഒക്കെ ജനറേറ്റ് ചെയ്യും. അപ്പൊ ഈ പൊളാരിറ്റി അനുസരിച്ച് ഇത് മൂവ് ചെയ്യും. അപ്പൊ ഇത് ബാറ്ററിയുടെ എൻ ടൈപ്പിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ? ഇവിടുന്ന് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതായത് മൂവ്മെന്റ് ഓഫ് എന്താണ്? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് പോസിബിൾ ആണ്. അതുവഴി നമുക്ക് എന്ത് പറയാം? ഇതിനകത്ത് കറണ്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ഫോട്ടോഡയോഡ്. അപ്പൊ എന്താണ്? When a photon strikes the depletion region, its energy separates an electron from its hole. The separated electron and hole are attracted by the positive and negative potential of the depletion voltage respectively. A flow of charge carriers generates the current. Further, under the influence of reverse bias, the flow of electrons and holes is enhanced. അപ്പം വന്ന് വീഴുന്ന ലൈറ്റ് അനുസരിച്ച് അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. അത് കാരണം ഒരു കറണ്ട് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്യുന്നത്. റിവേഴ്സ് ബയാസ് കാരണവും എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ഹോൾ പെയർ മൂവ്മെന്റ് ഒന്നും കൂടെ നന്നായിട്ട് എൻഹാൻസ്ഡ് ആവും. അതുവഴി നമുക്ക് എന്തുണ്ടാവും? നല്ലൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം വന്ന് വീഴുന്ന ലൈറ്റ് ഇന്റൻസിറ്റി അനുസരിച്ച് നമുക്ക് എന്താണ്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം പിന്നെ ഒരു കാര്യം നമുക്കറിയാം, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. അപ്പൊ മൈക്രോ ആംപിയർ റേഞ്ചിലുള്ളതിന് പിന്നെ ഒരു കറണ്ട് ഇൻക്രീസ് വരുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പം അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇത് ഫോർവേഡ് ബയാസ്ഡ് ആയിരുന്നുണ്ടെങ്കിലോ, ഇത് ഫോർവേഡ് ബയാസ്ഡ് ആയിരുന്നെങ്കിൽ നമുക്ക് വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ മില്ലി ആംപിയർ റേഞ്ചാണ്. അപ്പം നമുക്ക് ലൈറ്റ് വന്ന് വീഴുമ്പം ചേഞ്ച് ആവുന്ന ഒരു മൈക്രോ ആംപിയർ റേഞ്ച് കറണ്ട് ആയിരിക്കും. അപ്പൊ ഈ മില്ലി ആംപിയറിൽ മൈക്രോ ആംപിയർ ചേഞ്ച് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ചേഞ്ച് നമുക്ക് തിരിച്ചറിയാൻ പാടാം. അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് ബയാസിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. റിവേഴ്സ് ബയാസിലാവുമ്പോഴത്തേക്കും ഓൾറെഡി എന്താണ്? മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള കറണ്ട് ആണുള്ളത് അല്ലേ? അതിനകത്ത് പിന്നെ ഒരു മൈക്രോ ആംപിയർ റേഞ്ചിലെ കറണ്ട് വ്യത്യാസം വരുമ്പോൾ നമുക്കത് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഫോട്ടോ ഡയോഡ് ബേസിക്കലി റിവേഴ്സ് ബയാസിൽ തന്നെ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പേരൊന്ന് ഓർക്കുക, ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ്. ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഈസ് VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ ഡയോഡ്. അപ്പോൾ ഫോട്ടോ ഡയോഡിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. കണ്ടോ? റിവേഴ്സ് ബയാസിലാണ് ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസിൽ നമ്മൾ നോക്കി ഫസ്റ്റ് ലൈൻ കണ്ടോ? ഡാർക്ക് കറണ്ട്. ഡാർക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഒന്നും കൊടുക്കാത്തപ്പോൾ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഈ PN ജംഗ്ഷനിൽ ഉണ്ടാവുന്ന മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഉണ്ടാവുന്ന തെർമലി ജനറേറ്റഡ് മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഉണ്ടാവുന്ന കറണ്ട് ആണ് എന്ത്? ഡാർക്ക് കറണ്ട്. അപ്പൊ മൈനോറിറ്റി കാരിയേഴ്സ് നമുക്കറിയാം തെർമലി ജനറേറ്റഡ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ലൈറ്റ് ഒന്നും കൊടുക്കാത്തപ്പം അവിടെ ഓൾറെഡി ഉള്ള ആ മൈനോറിറ്റി കാരിയേഴ്സ് കാരണമുള്ള റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ് എന്തെന്ന് വിളിക്കുന്നത്? ഡാർക്ക് കറണ്ട് എന്ന് വിളിക്കും. പിന്നെ നമ്മൾ ലൈറ്റ് ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്താണ്? നമുക്ക് 1000 ലക്സില് േക്കാളും കൂടുതലായിരിക്കും 1500 അല്ലേ? ദെൻ 2000, ദെൻ 2500. അപ്പൊ ഓരോ റേഞ്ചിലും എന്താണ്? ലൈറ്റ് ഇന്റൻസിറ്റി, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ബേസിക് ക്യാരക്ടർ. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് കറണ്ട് ആണ്. പിന്നെ ഡാർക്ക് കറണ്ട് എന്ത് ചെയ്യും? ഇലുമിനൻസ് വിത്ത് റെസ്പെക്ട് ടു റിവേഴ്സ് കറണ്ട്.
നമ്മൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇലുമിനൻസ് കൂടുന്നതനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഡയോഡ് ക്യാരോ വെച്ചിട്ട് ഇത് വരച്ചേക്കുവാണെങ്കിൽ ഡയോഡിന്റെ റിവേഴ്സ് റീജിയനിലാണ്. അതുകൊണ്ടാണ് റിവേഴ്സ് വാല്യൂസും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടും വരച്ചേക്കുന്നത്. റിവേഴ്സ് കറണ്ട് ഇൻ മൈക്രോ ആംപിയേഴ്സ് ആൻഡ് റിവേഴ്സ് വോൾട്ടേജ്. ഇങ്ങനെ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് കറണ്ട് നമ്മുടെ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഇന്റൻസിറ്റി ലീനിയർ ആയിട്ട് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് കറണ്ടും എന്താണ്, ലീനിയർ ആയിട്ട് ഇൻക്രീസ് ആവും. അപ്പൊ അത്രയാണ് അതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ നമ്മൾ ഈ ലൈറ്റ് റിലേറ്റഡ് എക്യുപ്മെന്റ്സ് എല്ലാം പഠിക്കുമ്പോഴത്തേക്കും, ഡിവൈസസ് എല്ലാം പഠിക്കുമ്പോഴത്തേക്കും അതിനകത്തെല്ലാം എന്തുണ്ട്, ഡാർക്ക് കറണ്ട്. ഡാർക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒന്നും ഇല്ലാത്തപ്പോൾ ഉള്ള കറണ്ട് ആണ്. നമ്മൾ ഫോട്ടോ മറ്റേ LDRs പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു അല്ലേ, ഡാർക്ക് കറണ്ട്. സോ for zero luminance the photo current is almost zero excluding for small dark current. അപ്പോൾ ലുമിനൻസ് ഒന്നും ഇല്ലാത്തപ്പം വെറും കുറച്ചൊരു കറണ്ട് കാണും. അതാണ് എന്തെന്ന് പറയുന്നത്, ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത്. Then ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, the photo current is nearly independent of reverse bias voltage which is applied. അപ്പം നമ്മൾ ഒരിക്കലും റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജിന് ഒരിക്കലും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫോട്ടോ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോട്ടോ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ലൈറ്റ് ഇന്റൻസിറ്റി ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് റിവേഴ്സ് ബയാസ്ഡിലുള്ള ഫോട്ടോ ഡയോഡിന്റെ പുറത്ത് കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ആ റിവേഴ്സ് ബയാസ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വന്ന് വീഴുന്ന ലൈറ്റ് ഇന്റൻസിറ്റി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഓർത്തിരിക്കാമല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കുറച്ച് MCQസും മറ്റേ LDRും ദെൻ ഫോട്ടോ ഡയോഡിന്റെ MCQസും പിന്നെ നമുക്കത് അടുത്ത ഫോട്ടോ ട്രാൻസിസ്റ്ററും കൂടെ നോക്കാം. താങ്ക് യു.